അങ്ങനെ ദുബായിൽ എൻ്റെ നാലാമത്തെ ദിവസം ലക്ഷ്മിയോടെ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. കണ്ടമാനം ഷോപ്പിംഗ് ചെയ്തു, ഒരുപാട് യാത്ര ചെയ്തു. എന്നെക്കൊണ്ട് ഏകദേശം ഈ 2 കവർ അല്ലാതെ 5 കവർ സാധനം വാങ്ങിപ്പിച്ച്. ഇത് അവളുടെ ഫ്രണ്ടാണ്, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അവനും ഉണ്ടായിരുന്നു ഹെൽപ്പിന്. പിറ്റേ ദിവസം ഞാൻ ഒറ്റയ്ക്ക് സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ബസ്സിൽ കയറി. എനിക്ക് തോന്നിയിടത്തോട്ടൊക്കെ ഞാൻ ടിക്കറ്റ് എടുത്ത് ചുമ്മാ ദുബായ് അറഞ്ഞം പുറഞ്ഞം കണ്ട്. ഞാൻ നോക്കിയിട്ട് ഹോട്ടൽ മുറി നേരത്തെ വെക്കേറ്റ് ചെയ്തു. അപ്പോൾ സമയം കളയാൻ അനിയത്തി സ്കൂളിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരമാവും. അപ്പം 4:30 ആയപ്പം അവൾ വന്നു. അവളുടെ ബസ്സാണ്. നടന്ന് വരുന്നു, ക്ഷീണിച്ച് അവശതയായിട്ട്. അപ്പോൾ അവശത കണ്ടിട്ട് ഞാൻ പിന്നെ നമുക്കൊരു കോഫി കുടിക്കണമെന്ന് പറഞ്ഞു. കോഫി കുടിക്കാൻ വേണ്ടി അപ്പുറത്തെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി കാഴ്ചയാണ് കാണുന്നത്. തൽക്കാലം അത് മതിയെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മച്ചാൻ ബാനർജി വന്നു എന്നെ വിളിക്കാൻ. നമുക്ക് ടാറ്റയും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അബുദാബിയിലേക്ക് ഓഫീസിൽ പോയി കാഴ്ചകളൊക്കെ നിങ്ങളെ കണ്ടതാണ്. അതായത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ച് ബിരിയാണി ആയിരുന്നു. ആ കാണുന്നതാണ് എൻ്റെ താമസ സ്ഥലം. നല്ല ഗംഭീര റൂമാണ്. അല്പം കോസ്റ്റ്ലിയാണ്, ബട്ട് സ്റ്റിൽ അവിടെ അത് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അങ്ങനെ പെട്ടിയൊക്കെ നേരത്തെ കൊണ്ടുവച്ച് അവസാനം ഞാൻ കിടക്കാൻ വേണ്ടി ആ റൂമിൽ വന്നു. നല്ല ഗംഭീര റൂം. താഴോട്ട് നോക്കുമ്പോഴത്തേക്കും ദുബായിയുടെ തന്നെ ഒരു പോഷ് ഏറിയാണത്. രാവിലെ എഴുന്നേറ്റ് ക്ലീനായി വൃത്തിയായി പെട്ടിയൊക്കെ എടുത്ത് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇതാ വരുന്നു നമ്മൾ ടാക്സിക്കാരനെത്തി. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണപ്രസാദ്, നേപ്പാളുകാരനാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് നമ്മുടെ അവിടെയുള്ള ഹിന്ദു ടെമ്പിളിലോട്ട് വന്നതാണ്. ഈ ഒരു അമ്പലത്തിൻ്റെ കാര്യം ഞാൻ ആക്ച്വലി ദുബായിൽ നിന്ന് പോരുന്നതിൻ്റെ തലേദിവസമാണ് അറിയുന്നത്. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഈ യാത്ര പൂർണ്ണം ആകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സോ അറിഞ്ഞ മാത്രയിൽ തന്നെ ഞാൻ അബുദാബിയിൽ വന്ന് ഈ അമ്പലത്തിലേക്ക് വന്ന് എൻ്റെ കൂടെ ഡ്രൈവറും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഗംഭീര എക്സ്പീരിയൻസാണ്. ഈ അമ്പലത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വരണം. നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ നിറയും. അത്രയും ഗംഭീര ആംബിയൻസാണ്. വല്ലാത്തൊരു ഡിവൈൻ ഫീലായിരുന്നു. എനിക്ക് ആ യാത്രയ്ക്ക് ഒരു പൂർണ്ണത ലഭിച്ചിരുന്നു. അത്രയും സന്തോഷമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അദ്ദേഹം എന്നെ തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടാക്കി. വളരെ സൗമ്യമായിട്ടുള്ളൊരു പാവം മനുഷ്യൻ. അദ്ദേഹം ഹിന്ദി കുറേ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഹിന്ദി അത്ര അറിയാത്തതുകൊണ്ട് സെറ്റാക്കി. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര എയർപോർട്ട്. പിന്നെ അവിടെ നിന്ന് നാട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. എൻ്റെ വണ്ടി 12:15 വണ്ടിയെ കയറാൻ വേണ്ടിയിട്ട് അവിടെ എത്തി. എയർ അറേബ്യയിലാണ്. തരക്കേടില്ലാത്ത ഒരു ഫ്ലൈറ്റായിരുന്നു. യാത്രകളൊക്കെ ആസ്വദിച്ച് എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോൾ ക്ലൈമറ്റ് മാറുന്നത് നമുക്ക് ഇങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. തിരിച്ച് അച്ഛനും അമ്മയും കൂടെയാണ് എന്നെ വിളിക്കാൻ വന്നത്. അതെനിക്ക് ഭയങ്കര സർപ്രൈസും സന്തോഷമായി മാറി.